മഞ്ജരി ചേച്ചി യെസ് പാറു തുടങ്ങാം. സൂപ്പർ ഓർക്കസ്ട്ര. ഓക്കെ, ഇനി നമ്മുടെ ടീമിനെ വെൽക്കം ചെയ്യണ്ടേ? ചെയ്യൂ പാറു ചെയ്യൂ. ഈസ്റ്റേൺ മാജിക് ബീറ്റ്സ്. ഓ ഡാബ്. സൂപ്പർ, വെൽക്കം. UGS Gold Loan Mystic Ragas. എല്ലാ അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ജഡ്ജസ്. നമ്മളെപ്പോഴും പിള്ളേരുടെ പാർട്ടി നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, റൗണ്ട്സ് അങ്ങ് സ്ട്രേറ്റ് എടുത്ത് പോവല്ലേ. നമുക്ക് ഇന്ന് ഐശ്വര്യമായിട്ട് ശരത് സാർ ഒരു പാർട്ടി എപ്പിസോഡില് റെഡി? വന്താൾ മഹാലക്ഷ്മിയെ என்றும் வள்ளாட்சியே வந்தாள் மகாலட்சுமியே என் வீட்டில் என்றும் அவள்ளாட்சியே அடியே நின் குடி வாழ தனவாழ குடித்தனம் புக வந்தாள் மகாலட்சுமியே என் வீட்டில் என்றும் அவள்ளாட்சியே உன்னையல்லால் வேறே கதியில்லை அம்மா, உலகெல்லாம் ஈன்றனை உன்னையல்லால் வேறே கதியில்லை அம்மா அம்மா அம்மா. പൂന്തോട്ടം തന്നു രണ്ടുപേരും കൂടെ. താങ്ക് യു ശരത് സാർ ആൻഡ് MD സാർ, താങ്ക് യു. അപ്പൊ നമുക്ക് എന്തായാലും കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും മൊത്തത്തിൽ ഒരു ഐശ്വര്യം മൂടൊക്കെ ആയി നമ്മളിങ്ങനെ നിൽക്കാം. ഓക്കെ, അപ്പോ മാജിക് ബീറ്റ്സിലാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വൈൻഡ് അപ്പ് ചെയ്ത് നിർത്തിയത്. ഓക്കെ, സ്വാപ്പ് റൗണ്ടിൽ ഇനി മിസ്റ്റിക് രാഗാസിൽ നിന്നാണ് വരാൻ പോകുന്നത്. പാടാൻ വരുന്നു അനഘ. ശരങ്ങളും പോരാതെ മന്മഥൻ നിൻചിരി സായകമാക്കി, നിൻ പുഞ്ചിരി സായകമാക്കി. അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നിൻചിരി സായകമാക്കി, നിൻ പുഞ്ചിരി സായക
കവിൾ പൂവിന് മോഹിച്ചു പത്തരമാറ്റും പോരാതെ കനകം നിൻ കവിൾ പൂവിന് മോഹിച്ചു ഏഴു നിറങ്ങളും പോരാതെ മഴവില്ല് നിൻ കാന്തി നേടാൻ ദാഹിച്ചു ഏഴു നിറങ്ങളും പോരാതെ മഴവില്ല് നിൻ കാന്തി നേടാൻ ദാഹിച്ചു അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നിൻ ചിരി സായകമാക്കി നിൻ പുഞ്ചിരി സായകമാക്കി നീലിമ തെല്ലും പോരാതെ വാനം നിൻമിഴിയിണയിൽ കുടിയിരുന്നു നീലിമ തെല്ലും പോരാതെ വാനം നിൻമിഴിയിണയിൽ കുടിയിരുന്നു മധുവിനു മധുരം പോരാതെ പനിനീർ നിൻ ചൊടിക്കിടയിൽ വിടർന്നു നിന്നു മധുവിനു മധുരം പോരാതെ പനിനീർ നിൻ ചൊടിക്കിടയിൽ വിടർന്നു നിന്നു അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നിൻ ചിരി സായകമാക്കി നിൻ പുഞ്ചിരി സായകമാക്കി ഏഴു സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ ഏഴു സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ നിൻ മൊഴി സാധകമാക്കി നിൻ തേൻമൊഴി സാധകമാക്കി നൈസ് മോളെ ഗുഡ് ഗുഡ് ഗുഡ്. അനക്ക നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് നല്ല സെലക്ഷൻ നന്നായിട്ട് പാടാൻ പറ്റിയോ കുഴപ്പമില്ല എനിക്ക് കുറച്ച് കോൾഡ് ഉണ്ട് ശബ്ദം അടഞ്ഞിരിക്കുന്നുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓക്കെ ചോദിച്ചു നോക്കാം എം ജി സാർ അനഘ സാർ നന്നായിരുന്നു. താങ്ക് യു സാർ പ്രത്യേകിച്ച് ഈ പാട്ട് മലയാളികളുടെ മനസ്സിൽ ഒരു ഐക്കോണിക് സോങ് ആയിട്ട് നിൽക്കുകയാണ്. നന്നായിട്ട് പാടി, ഒട്ടും മോശമല്ല, നല്ല മിടുക്കി പാട്ടുകാരിയാണ്. താങ്ക് യു സംഗതികളൊക്കെ വരും. പക്ഷെ പല സ്ഥലങ്ങളിലും ഇതൊരു ചെറിയ ചെറിയ അണ്ണന്റെ ഭാഷ പറഞ്ഞ ചളുക്ക് ഉണ്ടായിട്ടുണ്ട്. സായകമാക്കി അനുപല്ലവിയില് പത്തരമാറ്റും പോകും. അതൊന്ന് പാടാവോ? പത്തരമാറ്റും ആ പോരാതെ കനകം ആ നിൻ കവിൾ പൂവിന് മോഹിച്ചു ആനാരി നിൻ കവിൾ പൂവിന് മോഹിച്ചു നാനീന. ആ. മോഹിച്ചു അടുത്ത സംഗതി ഉണ്ട്. പത്തരമാ പത്തര പത്തരമാറ്റും പോരാതെ കനകം 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 ആ പോരാതെ കനകം നിൻ കവിൾ പൂവിന് നിൻ കവിൾ പൂവിന് മോഹിച്ചു. ക്ലാരിറ്റി വരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ദാഹിച്ചു, അത് കഴിഞ്ഞ് വരുന്ന ദാഹിച്ചു എന്നൊരു സംഗതി ഉണ്ടല്ലോ, അതെന്താണ്? നിൻ കാന്തി നേടാൻ ദാഹിച്ചു. അത് അത്രയും കാണിക്കരുത് മോളെ. ആ എന്നല്ല
ഗ്ലൈഡ്. നിൻ കാന്തി നേടാൻ ദാഹിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് ഏഴു നിറങ്ങളും ആ പോരാതെ മഴവില്ല് നിൻ കാന്തി നേടാൻ ദാഹിച്ചു. അത് ഒരു സുഖിക്കട്ടെ അങ്ങോട്ട്. ആ ദാഹിച്ചു. ഓക്കെ, അതിനകത്ത് ആ ഒരു സുഖമുണ്ടല്ലോ. ദാഹിച്ചു ആ ഒരു ഭംഗി വരണം. പിന്നെ ചരണത്തിന് അറിയാമല്ലോ, കുറച്ച് പ്രശ്നങ്ങളായി അവിടെ. ആ നീലിമ തെല്ലും പോകാതെ അവിടെയൊക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. പക്ഷെ പാട്ട് നല്ല ശബ്ദമാണ്. എന്തായാലും മോള് നന്നായിട്ട് പാടി, നല്ല സെലക്ഷൻ കേട്ടോ. താങ്ക് യു സർ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. താങ്ക് യു സർ. ശരത് സർ. അനഘ, സർ. മനോഹരമായിട്ടുള്ള ഒരു പാട്ട്, സൂപ്പർ പാട്ട്, താങ്ക് യു സർ. വണ്ടർഫുൾ. നന്നായിട്ട് പാടി അനഘ. ഓക്കെ സർ. പിന്നെ എനിക്ക് ആ സായകമാക്കി അതിനകത്ത് ഒരു ഇടയ്ക്ക് ഒരു ബ്രഹായും കൂടി ഇല്ലേ? നിൻ ചിരി സായകമാ സായകമാക്കി. ആ, ഇപ്പൊ ഓൾമോസ്റ്റ് കറക്റ്റാണ്. അത് പാടണം. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തോ ഒരു അഡ്ജസ്റ്റ് സാധനമാണ് പാടിക്കൊണ്ടിരുന്നത്. ഞങ്ങളെ അങ്ങ് പറ്റിക്കാമെന്ന് വിചാരിച്ച് ഒരിക്കലും നടപ്പില്ല. നമ്മൾ ഏത് ചളുക്കുണ്ടെങ്കിലും അത് പൊക്കിയിരിക്കും. അണ്ണന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആഹാ, ഇങ്ങോട്ടിട്ടു. അങ്ങോട്ടും എടുത്തത് ഇങ്ങോട്ടും. അത് ഇപ്പൊ ബാക്കിയുള്ളത് എന്താ പറയണ്ടേ, മോഹിച്ചു. അതൊക്കെയാണ് ആ ഒരു ഏരിയ ഇച്ചിരി സുഖമില്ലാണ്ടിരുന്നത്. അത് പാടിച്ചല്ലോ. പാട്ട് നല്ല പാട്ട്, ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടിയാനൊക്കെ കേട്ടോ. ഈ ഒരു ഭീകരാവസ്ഥ ഉണ്ടെന്ന് പാടുന്ന കേട്ടപ്പോൾ തോന്നിയല്ലോ, ഒരു എന്താ പറയണ്ട, ഒരു പവർ കുറവുണ്ടായിരുന്നു എനിക്ക് ഇന്ന് പാടുമ്പോൾ. അത് മൊത്തത്തിൽ ഞാൻ വിചാരിച്ചു ഇനി ഈ പാട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് പാടി ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇടം നേടാനുള്ള ഒരു ശ്രമമായിരുന്നു അത് എന്ന് ഞാൻ സന്ദേഹപ്പെട്ടു. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ആരോഗ്യ കാരണങ്ങളാലാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നും ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഷാനിക്ക. അനഘ, സർ. ഒരു മെയിൽ സോങ് ആണിത്. ആ മെയിൽ സോങ് എടുത്ത് വന്ന് ഒരുവിധം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പാടിയതിന് ഒരു വലിയ കയ്യടി. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പാട്ടിന്റെ കോർ എന്ന് പറയുന്നത് ആ സായകമാക്കി എന്ന് പറഞ്ഞ ആ ഒരു പ്രത്യേക വേർഡാണ്. അതാണെങ്കിൽ ഒരുപാട് സ്ഥലത്തുണ്ട് താനും. അതുകൊണ്ടാണ് അവിടെ എത്തുമ്പോൾ മാത്രം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതല്ലല്ലോ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത്രയും തവണ നമ്മൾ കേട്ടൊരു പാട്ടായതുകൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞ പനി എന്ന് പറയുന്നത് അത് നമ്മളായിട്ട് വരുത്തി വെക്കുന്ന ഒരു സംഭവമാണ്. കാരണം അത് നമ്മളെന്തെങ്കിലും ഒരു കുരുത്തക്കേട് ഒപ്പിച്ച് കഴിഞ്ഞാൽ അതിനെ പുറത്തേക്ക് തള്ളിവിടുന്ന ഒരു സാധനമാണ് ഈ പനി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മഴ കൊണ്ടു കഴിഞ്ഞാൽ അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പുറത്തേക്ക് തള്ളിക്കളയുന്ന ഒരു സാധനമാണ്. നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് പുറത്തേക്ക് തള്ളിക്കളയുന്ന, ടെമ്പറേച്ചർ കൂട്ടി അങ്ങ് കിടപ്പിലാക്കും. അതെ, കിടപ്പിലാക്കിയിട്ട് ഈ സാധനം പുറത്തേക്ക് ഒട്ടവർ വൈറസോ ബാക്ടീരിയയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് തള്ളിക്കളയുന്ന ഒരു സാധനമാണ് ഈ പനി എന്ന് പറയുന്നത്. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പറഞ്ഞ കുരുത്തക്കേട് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെയിൽ സോങ് എടുത്ത് കൊണ്ടുവന്ന് നല്ലോണം പാടിയിട്ടുണ്ട് അനഘ. നല്ലോണം തന്നെ പാടി കേട്ടോ. അല്ലറ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഉണ്ടായി, ബട്ട് ദാറ്റ്സ് ഓക്കെ. ഡോണ്ട് വറി കേട്ടോ. ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ട്ടോ. ചേച്ചി. അനക്ക, മാം. മോള് നന്നായി പാടി. താങ്ക് യു മാം. എനിക്ക് മോള് പാടിയ മോളുടെ വോയിസ്, എസ്പെഷ്യലി ഹെഡ് വോയിസ് ഒക്കെ പോകുമ്പോൾ നല്ല ഒതുക്കി നല്ല സ്വീറ്റ് ആയിട്ട് പാടി. അങ്ങനെ ഒരു ശബ്ദത്തിനൊരു സ്ട്രെയിൻ ഒന്നും തോന്നിയില്ല. പക്ഷെ അത് മോൾക്കറിയാലോ, മോളുടെ ഉള്ളിൽ ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് പാടുമ്പോ ഇങ്ങനെ കട്ടാവുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ കോൺഷ്യസ് ആവുകയാണ്. അതാണ് ആ ചരണത്തിൽ വന്നപ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് കട്ടായിപ്പോയി അല്ലേ? അത് തോന്നി എനിക്ക്. എന്നാലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് മോള് നന്നായി പാടി. താങ്ക് യു മാം. എനിക്ക് മോള് പാടിയത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതില് ഇത്രയ്ക്ക് ഒരുപാട് സംഗതികൾ ഇടണ്ടായിരുന്നു മോളെ. കാരണം കുറച്ചുകൂടെ സിമ്പിൾ ആക്കിയിരുന്നെങ്കിൽ പാടാൻ കുറച്ചുകൂടെ എളുപ്പമായേനെ. ഒരുപാട് മോളത് ശ്രദ്ധിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഒരു ടെൻഷൻ ഇങ്ങനെ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അല്ലാതെ സ്വീറ്റ് വോയിസ് ആണ് ഈ പാട്ടിൽ. നല്ല രസമുണ്ടായിരുന്നു മോളുടെ വോയിസ് കേൾക്കാൻ. അതുപോലെ ചില സംഗതികൾ ഇപ്പം സർ പറഞ്ഞ പോലെ ചെറിയ കുറച്ച്
പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ആ വോയിസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സംഭവിച്ചതാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ വളരെ മനോഹരമായിട്ട് കുറേ സംഗതികൾ പാടി. ലാസ്റ്റ് പല്ലവി ആയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടി ഒരു വോയിസ് ഒന്ന് വോമായി, ചൂടായി ശബ്ദം. അപ്പം കുറച്ചുകൂടി ഒരു ഭംഗി വന്നു അതിൽ. എന്തായാലും ഇനി നന്നാവട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് വയ്ക്കാം. ശരത് സർ 8.9 മാർക്ക്. ഓക്കെ, എം ജി സർ 8.9. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 17.8. താങ്ക് യു. അപ്പൊ ജഡ്ജസ്, Yes. സ്വാപ്പ് റൗണ്ടും കൂടെ കഴിയുമ്പോൾ നമ്മളിനി സ്കോർ അറിയാൻ Yes. പോവാണ്. അപ്പൊ ഈസ്റ്റേൺ മാജിക് ബീറ്റ്സ് ആണോ UGS ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസ് ആണോ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ മാജിക് ബീറ്റ്സ് 167.2 ആൻഡ് മിസ്റ്റിക് രാഗാസ് 164.8. ഗുഡ് ഗുഡ്. ഗുഡ് ഗുഡ്. വെരി ഗുഡ്. അങ്ങനെ അതെ. ഓക്കെ, പക്ഷെ എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെയല്ല, കുഞ്ഞു ചെറിയ ചെറിയ മാർക്സിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടില്ലേ 0.3 അങ്ങനെ എന്തോ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. സാരില്ല, തിരിച്ചു പിടിക്കും അല്ലേ? ഓക്കെ, നോക്കാം. അപ്പോ വീണ്ടും നമ്മള് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ് ഭാവഗീതം റൗണ്ടിൽ. മാജിക് ബീറ്റ്സിൽ നിന്ന് വരുന്നു നമ്മളുടെ ഹനക്കുട്ടി. നൂഡിൽസ്. നൂഡിൽസ്. നീലമലപ്പൂങ്കുയിലേ നീ കൂടെ പോരുന്നു, നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. നീലമലപ്പൂങ്കുയിലേ നീ കൂടെ പോരുന്നു, നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. കുടിക്കാനൊരു തേഞ്ചോല, കുളിക്കാനൊരു പൂഞ്ചോല, കുടിക്കാനൊരു തേഞ്ചോല, ഒരുക്കി നിന്നെ കൂട്ടാൻ വന്നു ഓണക്കുയിലേ, വന്നിടുക നീ. നീലമലപ്പൂങ്കുയിലേ നീ കൂടെ പോരുന്നു, നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. മലരണിയും
മാഞ്ചോട്ടിലൊരൂഞ്ഞാല മഴവിൽ നിന്നൂഞ്ഞാല മാഞ്ചോട്ടിലൊരൂഞ്ഞാല നിനക്കിരിക്കാൻ ഇണക്കി വന്നു നീലക്കുയിലേ വന്നിടുക നീ നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നു നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നു നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി. Nice, nice. ഹന പാറു ചേച്ചി നമുക്ക് ചോദിക്കാം. ഓക്കെ ചേച്ചി, ഹനക്കുട്ടി, ഓ ഈ നീലമല പൂങ്കുയിലെ ആയതുകൊണ്ടാണോ ഈ ബ്ലൂ കളർ ഡ്രസ് ഇട്ടത്? ആണ് ആണ്. അത് സുന്ദരിയായിട്ടുണ്ട്, താങ്ക് യു മാം. നല്ല കളറ്, ബ്യൂട്ടിഫുൾ. പിന്നെ ഹന പാടിയത് നന്നായി പാടി. താങ്ക് യു മാം. ക്യൂട്ട് വോയിസ് ആണ് ഹനയുടെ. താങ്ക് യു മാം. മോളെ പാടിയതിൽ മിക്ക ഭാഗങ്ങളും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേൾക്കാൻ. എന്നാലും ചില ഒരു ഇപ്പം പി ജയചന്ദ്രൻ സാർ പാടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്, അതിനൊരു ഇമോഷൻ ഉണ്ട്. അത് ചില ഭാഗങ്ങളിൽ വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇത് മോളുടെ ഒരു പ്രായമൊക്കെ കണക്കിലെടുക്കുമ്പോൾ പിന്നെ ഒരു മെയിൽ സോങ് അല്ലേ, അപ്പം മോളുടെ ഒരു രീതി നോക്കുമ്പോൾ മോളുടെ ഒരു സ്റ്റൈലിൽ അത് പാടി, ക്യൂട്ടായിട്ട് പാടി. താങ്ക് യു മാം. പിന്നെ ചില സ്ഥലത്ത് എനിക്ക് തോന്നിയത് കുറച്ചൊന്ന് ശ്രുതി കുറച്ചുകൂടെ ഒരു പെർഫെക്റ്റ് ആവാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി ഇതിലുണ്ട്. അല്ലാതെ നല്ല രസമായിട്ട് നിന്ന് കോൺഫിഡൻസോട് കൂടി പാടി. താങ്ക് യു ഓക്കെ, ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ചേച്ചി, ഇവിടെ കുറെ പേര് വന്നിട്ട് ഓരോരുത്തരെ അഭിനയിച്ചൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അതെ, അപ്പൊ ഹനയും ഇങ്ങനെ ചെറുതായിട്ട് ആരെയാ? സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ അറിഞ്ഞു. ആരെ അഭിനയിക്കും ഹന? അയ്യോ, MG സാറിനെ ആണോ, ശരത് സാറിനെ ആണോ, അല്ല. ഞങ്ങൾ സെൽഫി ഷാനിനെ ആണോ? എടുക്കാറുണ്ട്. ഞാൻ ഒരിക്കലും സെലിബ്രിറ്റീസിനെ അനുകരിക്കില്ല. പക്ഷെ ഇതൊരു ചെറിയ സെലിബ്രിറ്റി ആണ്. ആ ഓക്കെ, അതാരാ? കിരിയുടെ അല്ലേ ചോദിച്ചാ? കീർത്തിയാണ്. സോറി, കീർത്തിയെ കിരിന്നാണോ? ആ, എന്നാ സത്യം മക്കളെ പുറത്ത് വന്നു. കീരീന്ന് വിളിക്കും, കുറച്ചും കൂടെ മ്യൂസിക്കലായിരിക്കും. അല്ല അവള് കീരി തന്നെ അല്ലേ പറഞ്ഞു? അതെ അതെ, കീരി എന്നാണോ പറഞ്ഞത്? അവര് വിളിക്കുന്ന ആ, പേര് കീരി. പുറത്തേക്ക് വന്നതാ. കീരി നാഗം. എന്നാ കീരി ഒന്ന് കാണിക്കും മക്കളെ. സ്വപ്നം കാണുന്ന ഞാൻ പാമ്പിന്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ കീർത്തി സെൽഫി എടുക്കാം. ഇതെന്താ വല്ല കോച്ചിപ്പിടുത്തോ? ശരി, അടുത്ത ആള്. പിന്നെ അർച്ചന ചേച്ചി എങ്ങനെയാന്നറിയാമോ? ഒരു ദിവസം ഇവിടെ ഒരാൾ വന്നായിരുന്നു ഒരു കാര്യം സംസാരിക്കാൻ. അന്ന് ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ടായിരുന്നു. അപ്പോഴ് ഫ്രണ്ടിൽ അർച്ചന ചേച്ചി ഇരിക്കുന്നുണ്ടേ. ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ചിരി അടക്കി പിടിച്ച് വെക്കുമ്പോ അർച്ചന ചേച്ചി ഇങ്ങനെ തിരിഞ്ഞിട്ട് ഞങ്ങൾ നോക്കി. അല്ല നമ്മളെയും കളിയാക്കുന്നുണ്ടോന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ട്. ഒരിക്കലും ഇല്ല. ഷാനിക്കാടൊക്കെ ഇന്നലെയും പറഞ്ഞു ഇത്രയും പ്രായമായിട്ട് യങ്ങായിട്ട് ഇരിക്കുന്നു. അല്ലല്ല, അങ്ങനെയല്ല. ആ ശരിയാ മോളെ, ശരിയാ. വെരി കറക്റ്റ്. കണ്ടാ പറയത്തില്ല. ഇത്രയും പ്രായമായിട്ടും ഇത്രയും പ്രായമായിട്ട് യങ്ങായിട്ട് അല്ല, ഇരിക്കുന്നു. അതല്ല, ആ ഒരു വയസ്സിന്റെ ഏത് വയസ്സിന്റെ? എനിക്ക് എത്ര വയസ്സായിട്ട് നീ പറ. ഏകദേശം എത്രയായി കാണും ഷാനിക്ക്? 42. അത്രയല്ല, 76. 76. പക്ഷെ ഈ പറയുന്ന 40-ന് മേളിൽ ഉള്ളത് ഇക്കായിക്ക് തോന്നിക്കുന്നില്ല. അതാണ് അങ്ങനെ മോളെ നീ പറയുന്നത് ആ വയസ്സിന്റെ ഒരു മെച്ചൂരിറ്റി കാണിക്കുന്നില്ലെന്നാണ്. അല്ല, അതല്ല, മെച്ചൂരിറ്റി ഇല്ല. അല്ല, മെച്ചൂരിറ്റി ഉണ്ട്. കാര്യങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യാനും അതൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ കാര്യം ഫേസ് ചെയ്യുന്ന ഒരുത്തനാണ് ഇതും പൊക്കി പിടിച്ചിരിക്കുന്നത്. അതെന്നെ ഭീഷണിപ്പെടുത്തിയതല്ലേ. ഓക്കെ, അത് ശരി. അപ്പൊ എനിക്ക് എത്ര വയസ്സായി ശരിക്കും? 42 അതിലാണോ നിക്കണേ? കറക്റ്റ് ഒന്ന് ഗസ്. ഹനക്ക് എങ്ങനെ? മോള് പറയുന്നത് 42 ആണ്, പക്ഷെ 40 തോന്നിപ്പിക്കുന്നില്ല എന്നാണോ? അതെ, 32 പോലെ ഇക്കായ കാണാൻ തോന്നിക്കില്ല. ചുള്ളനായിട്ടുണ്ടല്ലേ? ചുള്ളൻ. ഒരു ചുള്ളൻ പയ്യൻ, ഒരു പയ്യനായിട്ടാ തോന്നുന്നത്. നന്നായി. മതി. ചുള്ളനെന്ന് പറഞ്ഞിട്ട് എനിക്കത് എന്നെ നോക്കി കുള്ളനെന്ന് പറഞ്ഞല്ലോ. ഇനി ശരത് സാറിന് എത്ര വയസ്സ് തോന്നിക്കും?
ശരത് സാറിന് ഒരു 130. പാവക്കുട്ടിയെ പോലെ പാവക്കുട്ടിയെ പോലെ കുട്ടി മക്കളെ ഇത്രയും ഒരു പാവക്കുട്ടിയെ കൊണ്ട് ആരെങ്കിലും കൊണ്ട് കളിപ്പിക്കുവോ? പേടിയാവത്തില്ലേ? ഇത് പാവക്കുട്ടിയല്ല, പാരക്കുട്ടിയാണ്. എല്ലാവർക്കും എത്ര വയസ്സ് തോന്നിക്കും? അല്ല എന്നെ സാറിനൊരു കാണുമ്പോ 51-52. 51-2. മോളെ ഈ മുഖത്തെ ഇമൾഷൻ ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയാലുണ്ടല്ലോ. പുട്ടി പക്ഷെ സാറിന്റെ സ്വഭാവത്തിന്റെ പ്രായം വളരെ 16 ഉള്ളു. എന്റെ പൊന്നെ. അത് 16 ഉള്ളു. അതിന് പ്രായം ഇല്ല. എനിക്ക് സാർ വെയിറ്റ് ചെയ്യുന്നു. സാറിന്റെ ഗസ് ഇവിടെ കിടന്ന് കരയ. സാറിന് 56. 56. എന്തുമായിക്കോട്ടെ, നമ്മളെ ഹനയുടെ ഇത് വെച്ചിട്ട് അണ്ണാച്ചിക്ക് 54, എനിക്ക് 56. 2 വയസ്സ് വ്യത്യാസം. ഇനി നമ്മുടെ മഞ്ചേരി ചേച്ചിക്ക് 62. ഭയങ്കര രസം മാമിനെ കാണാൻ. പിന്നെ പറയത്തു പക്ഷെ പ്രായം മുട്ടിയത്. ഭയങ്കര രസാണ് മഞ്ചരി ചേച്ചിയെ കാണാൻ. പക്ഷേ പ്രായം ഒരു 41-40. പക്ഷെ 36-ന്റെ കാണൂ. 36-ന്റെ ലുക്ക്. ഓക്കെ, എനിക്ക് 40 വയസ്സ്. 40 വയസ്സ്. ഓക്കെ. എം ജി സാർ. ഹന, സർ എൻജോയ് ഇറ്റ്. താങ്ക് യു സർ. രസമുണ്ടായിരുന്നു ഹനയുടെ സംസാരം കേൾക്കാനും ആ കുട്ടിത്തം നിറഞ്ഞ ശബ്ദം, അതിലൂടെയുള്ള പാട്ടും ഒക്കെ നന്നായിരുന്നു. പാട്ടിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മോള് ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രുതി. അത് പല സ്ഥലങ്ങളിലും കുറച്ച് എൻഡിങ്, അത് അശ്രദ്ധ കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ശബ്ദം, നന്നായിട്ട് പാടി, നല്ല സെലക്ഷൻ. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. അനെ ഓ സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. നല്ല രസമുള്ള ഒരു പാട്ട്. പ്രധാനമായിട്ട് ഇപ്പം അണ്ണാച്ചി പറഞ്ഞ പോലെ ശ്രുതിയായിരുന്നു നിനക്കുന്ന ഒരു വില്ലൻ. കാര്യം പ്രത്യേകിച്ച് ഈ മയങ്ങി, കൊട്ടാരം, പിന്നെ അത് കഴിഞ്ഞ് വരുന്ന 2 വരികളൊക്കെ ഇങ്ങനെ ചേരായിക്കുണ്ട്. നമ്മളൊന്ന് നോക്കണം കേട്ടോ. എന്നൊരു ശരീരമൊക്കെ ഓക്കെ ആണോ? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ല. പിന്നെ എനിക്കാണ് പ്രശ്നം. ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ മോളെ. എനിക്ക് ആടാനും പാടാനും പൊന്നുഞ്ഞാൽ അതൊന്ന് പാടാമോ? അതൊന്ന് കൃത്യമായിട്ട് മുകളിൽ ഹിറ്റ് ചെയ്തൊന്ന് പാടാമോ? അത് മാത്രം. മോളെ ഇപ്പോഴും ശ്രുതി അവിടെ ഇവിടെ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നുണ്ട്. ഒന്ന് ശരിയായിക്കോണം കുറച്ച് കേട്ടോ. അത്രേ ഉള്ളു, വേറൊന്നും പറയാനില്ല. ഇതൊക്കെ നല്ല രസമുള്ള ഒരു പാട്ട്, രാഘവ മാഷ്ടൻ നല്ല സുഖമുള്ള ഒരു പാട്ട്. മോള് നന്നായിട്ട് തന്നെ പാടി. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കാം മോളെ, ശ്രുതി മാത്രം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇപ്പം ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ശ്രുതിയുടെ പ്രശ്നങ്ങളുണ്ട്, കുറച്ച് അവിടെയുള്ള ചളുക്കുകൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഹനയുടെ വോയിസിനുള്ള ഒരു ചാം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു ചാം, ഒരു പ്ലസന്റ്നെസ് ഉണ്ട്. അതാണ് ആക്ച്വലി ഈ സോങ്ങിനെ തുടക്കം തൊട്ട് അവസാനം വരെ ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുവന്നത്. കാരണം അത് പ്രസന്റ് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ് ഹന. അപ്പൊ ഏത് പാട്ടാണെങ്കിലും ഹന പ്രസന്റ് ചെയ്യുന്നത് ഭയങ്കര രസമാണ് കാണാൻ. ഹന സോങ് സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഹനയുടെ കാര്യത്തിൽ. ആ വോയിസിന് കൃത്യമായിട്ടുള്ള ഒരു സോങ് സെലക്ഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. ഇനി സ്മാർട്ടായിട്ട് ചൂസ് ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് വയ്ക്കാം. എം ജി സാർ. 8.9. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. 8.9. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. ഹനയുടെ മാർക്സ് ഇതാ. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 17.8. താങ്ക് യു. ഓക്കേടാ, ബൈ. ഓക്കെ ജഡ്ജസ്, ഇനി ഭാവഗീതം റൗണ്ടിൽ മിസ്റ്റിക് രാഗാസിൽ നിന്നാണ് വിളിക്കാൻ പോകുന്നത്. വിളിക്കൂ. ചേച്ചിയുടെ ടീമിലെ ചേച്ചിയുടെ ലീഡർ നമ്മുടെ ശിവാനി.
മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ ശൃംഗാരമധുവോറും നിൻരാഗപാനപാത്രം എന്നുമെന്നധരത്തോടടുക്കുമല്ലോ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. ഇന്ദുവദനെ നിന്റെ നീരാട്ടുകടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ ഇന്ദുവദനെ നിന്റെ നീരാട്ടുകടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. ഗുഡ് ഗുഡ്. നൈസ് നൈസ്. ശിവാനി പാറു. എന്താണ് എന്താ പറ്റിയേ? ഒരു ഐഡിയ ഇല്ല. ഓക്കെ, സാരില്ല, നമുക്ക് ചോദിക്കാം. MG സർ. ശിവാനി. സാർ. ശിവാനിയുടെ നല്ല ശബ്ദമാണ്, താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. കാരണം ഒരു സ്ഥലം വിട്ടുപോയി എന്ന് പറഞ്ഞ് അതിനെ ഓർത്ത് ദുഃഖിച്ചാൽ ബാക്കി സ്ഥലം വിട്ടുപോകും. ഇത് ഞങ്ങൾക്കൊക്കെ സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്. കാരണം ചിലപ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പം വരിയൊക്കെ മറന്നു പോകും. പിന്നെ എന്തെങ്കിലുമൊക്കെ വരിയൊക്കെ ഇട്ടങ്ങ് ഫില്ല് ചെയ്യും. പക്ഷേ ഇത് അത് പറ്റത്തില്ല. കാരണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്തില്ല. അപ്പോൾ അങ്ങനെ അത് അറിയാവുന്നതുകൊണ്ട് അതിനെപ്പറ്റി അങ്ങ് ഫെടാഫട്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങ് മറക്കുക. കാരണം ഒരു സിംഗർക്ക് ഇനി ഭാവിയിലും എവിടെയെങ്കിലും പോയി പാടാൻ നേരത്തെ ആദ്യം ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അങ്ങ് പോയി, എത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ നന്നാക്കാൻ നോക്കുക. ബാക്കി കുറേ ഭാഗം നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. കുറേ ഭാഗം നന്നായിട്ട് പാടി. മെയിനായിട്ട് 2 പോർഷനായിരുന്നു ശിവാനിക്ക് പോയത്. ശൃംഗാരമധൂറും അവിടെ അതൊന്ന് പാടാം. ശൃംഗാരമധുവോറും മധുവോറും നിൻ രാഗപാനപാത്രം നിൻ രാഗപാനപാത്രം എന്നുമെൻ അധരത്തോടടുക്കുമല്ലോ. ആ കൊള്ളാം. അത് കഴിഞ്ഞ് വരുന്ന നിൻമണി അറയിലെയാണ് വീണ്ടും പ്രശ്നം. നിൻ
മണി അതിന്റെ ഒരു ഫ്ലോ ഒന്ന് കൊണ്ടുവന്നാൽ കൊള്ളാം. നിൻമണിയറ് ആ നിർമ്മല, അതുപോലെ നിർമ്മല, അവിടെ എല്ലാം ഉണ്ട്. നിർമ്മല ശയ്യയിലെ നീല നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും അത് ചേർത്ത് പാടണം. കൂടുതലേ കട്സ് വരുന്നുണ്ട്, ശ്വാസത്തിന്റെ ഇതുണ്ട്. ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. ആഹാ, അതാണ് സംഭവം. പറ്റും, ശിവാനിക്ക് പറ്റും. പക്ഷെ ഇന്ന് എന്തരോ പറ്റി, അതാണ് പ്രശ്നം. സാരമില്ല കേട്ടോ. ഇത് പിന്നെ ഇതിന്റെ ക്രിയേറ്റേഴ്സ് അർജുനൻ മാസ്റ്റർ ആണ് സംഗീതം, ശ്രീകുമാരൻ തമ്പി സാറാണ് ലിറിക്സ് എഴുതിയത്, പാടിയത് പി ജയചന്ദ്രൻ സാറാണ്. സിനിമ CID നസീർ. ഈ CID നസീർ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിരി വരും. വേറൊന്നുമല്ല, ആക്ഷേപിച്ചുള്ള ചിരിയല്ല. ഈ നസീർ സാറ് CID ആയിട്ട് പോകും. അപ്പം അസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നത് നമ്മുടെ അർബാസ് ചേട്ടനാണ്. അവസാനം ഈ കൊള്ള സംഗീതത്തിലൊക്കെ കയറുമ്പം മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീശയും ഒരു ഉണ്ണിയും ഇവിടെ. എന്നിട്ട് അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാം വെടിവെച്ചിട്ടിട്ട് ഒരു ചിരി നസീർ സാറ് ഇരിച്ചിട്ട് ഈ ഉണ്ണിയെ എടുത്ത് മാറ്റിയിട്ട് ഇവർക്ക് ഒരു സിമ്പൽ എന്ന് പറഞ്ഞിട്ട് അടിക്കുമ്പോഴാണ് അയ്യോ സാറായിരുന്നു. ഇത് അന്നൊക്കെ നമുക്കൊരു രസം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോഴോ എൻ്റെ ഒരു എന്തായാലും നല്ല സെലക്ഷൻ, നല്ല സോങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ. ശിവാനി സാർ, നല്ല സെലക്ഷനടാ, വണ്ടർഫുൾ സെലക്ഷൻ. ശിവാനി പാടിയതൊക്കെ മനോഹരമായിട്ട് തന്നെ പാടി. അത് നമുക്ക് മറന്നുപോയി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും നമ്മുടെ കയ്യിലല്ലടാ. അതല്ല നമ്മൾ പറഞ്ഞ് അങ്ങ് പാടിക്കോളാം, അതിനകത്തൊന്നും കാര്യമില്ല. അതങ്ങ് ധൈര്യത്തോടെ അങ്ങ് കൈകാര്യം ചെയ്യും, അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ കേട്ടോ. നമ്മളിപ്പോൾ ഒരു റിയാലിറ്റി ഷോ ആകുമ്പോൾ നമുക്കത് നിർത്തിക്കൂടാടാ. അതുകൊണ്ടാണ് ഞങ്ങളത് വേണ്ടാന്ന് പറഞ്ഞത് കേട്ടോ. തെറ്റിദ്ധരിക്കരുത്, ഞങ്ങളെ വെറുക്കരുത്. നന്നായിട്ട് പാടി കേട്ടോ ശിവാനി. എനിക്ക് ഇപ്പോൾ MG അണ്ണൻ പറഞ്ഞ തന്നെയാണ്, ആ നിൻമണി അറ റിപ്പീറ്റ് ചെയ്യുമ്പം അതിനൊരു ഫ്ലോ കുറച്ചും കൂടെ. ഇതൊരു നല്ല റൊമാൻറ്റിക് പാട്ടല്ലേ. ആദ്യം പോയതോ പോയി, ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് പോകണോ? അപ്പം സന്തോഷിച്ച് പാടണ്ടേ, ഒരു ഹാപ്പിനെസ് വേണ്ടേ? അപ്പോൾ നമ്മൾ സന്തോഷമായിട്ട്, എനിക്ക് പല ഏരിയയിലും ശിവാനിക്ക് ആ പോയ ആ പോർഷൻ തന്നെ ആയിരുന്നു, അതിൻ്റെ ഒരു നിഴലായിരുന്നു ശിവാനിയുടെ ശരീരം മുഴുവൻ. അങ്ങനെ വേണ്ടടാ. പിന്നെ ഈ പൂങ്കാവനത്തിൽ ഒരൊന്ന് പാടാമോ? ആ പൂ ഒന്നുകൂടെ പൂങ്കാവനം ഒന്ന് നന്നാക്കി പൂ വനത്തിലൊരു അത് വേണ്ട. വനത്തിലൊരു വണ്ടർഫുൾ വണ്ടർഫുൾ സൂപ്പർ. പിന്നെ മധുർ അതൊക്കെ ശ്രുതി, അത് കുഴപ്പമില്ല. അതൊക്കെ ശ്രദ്ധിച്ച ഈ ശിവാനി ആ മറ്റേ ഐറ്റം തലേ ചുമന്നുകൊണ്ട് വന്നതിൻ്റെ ഒരു കുഴപ്പമാണ് ബാക്കി എല്ലാ ഏരിയയിലും കേട്ടോ. അതുപോലെ പിന്നെ ആ ഹിന്ദി വരെ അതൊക്കെ ഷാർപ്പായതൊക്കെ അത് കുഴപ്പമില്ല, അത് ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം ശിവാനി നല്ല പാട്ടുകാരിയാണ്, നല്ലൊരു ശബ്ദമുണ്ട്. ശിവാനി ഈവൻ ആ ബൃഹാസൊക്കെ പാടുന്നത് കേൾക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അത് നമ്മളൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. നല്ല നല്ല പാട്ടുകാരിയാണ്. ഇത് നന്നായിട്ട് തന്നെ പാടി. ഇതൊക്കെ ഒന്ന് കുറച്ചും കൂടെ ശ്രദ്ധിക്കും. പിന്നെ മറന്നുപോയ പോട്ടടാ ജീവിതം, അതിൽ നിന്ന് ആയുസൊന്നും കുറയത്തില്ലല്ലോ, അത്രേ ഉള്ളൂ. ഇപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എന്തുവായിരുന്നു? പിന്നെ ഒരു സംശയം, എല്ലാം കഴിഞ്ഞ് അവസാനം എന്തുവന്നടാ വേറെ ഈ ക്യാപ്റ്റൻ ആയതിൻ്റെ ടെൻഷനുണ്ടോ? ചെറുത് അതുകൊണ്ട് അതാ എനിക്ക് തോന്നി. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ തമാശ പറഞ്ഞത്. പക്ഷെ നന്നായിട്ട് തന്നെ പാടി. എന്നെ സംബന്ധിച്ചിടത്തോളം ശിവാനി നന്നായിട്ട് തന്നെ പാടി. മറന്നുപോയതൊക്കെ പൊക്കോട്ടെ, നമുക്ക് അതൊക്കെ മറക്കാം. താങ്ക് യു സർ. ഷാനിക. ശിവാനി സാർ, നമ്മള് ഇപ്പം സിംഗേഴ്സാണ്, വിർ ഓൾ സിംഗേഴ്സ്. സിംഗേഴ്സിനേക്കാളും ഉപരി എന്ന് പറയാൻ പറ്റില്ല. സിംഗേഴ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ വി ആർ എൻ്റർടൈനേഴ്സ് ഓൾസോ. പാട്ട് ഡെഫിനറ്റ്ലി പാടണം, പക്ഷെ അതിൻ്റെ
കൂടെ തന്നെ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ കൂടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ പാടണത്. അപ്പോൾ ഇത് കോമ്പറ്റീഷൻ ആണെങ്കിലും ശരി, ഇപ്പം ലൈവ് ആണെങ്കിലും ശരി, ഈ പറയുന്ന ഈ ആക്ഷൻസ് ഉണ്ടല്ലോ, ഏതാ അത് മാക്സിമം, അതിന് പകരം നാനാ പാടിയാലും മതി. ഇത് ഈ ഒന്നുകൂടെ ഒന്ന് അതൊന്നും ഒരിക്കലും ആ പെർഫോമൻസിലേക്ക് കൊണ്ടുവരാതെ നോക്കണം. ഓക്കെ സർ. ഓക്കെ. പിന്നെ ഇതൊരു ഹാപ്പി സോങ് ആണ് ശിവാനി, ചിരിച്ചോണ്ട് പാടാം. അപ്പൊ തന്നെ നമുക്ക് അവളെന്തായാലും ഹാപ്പി ആയിട്ട് പാടിയല്ലോ പരിപാടി, ആ ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടാവും. ലാസ്റ്റ് ഇംപ്രഷൻ ഇസ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ അത് ചിലപ്പോൾ അത് എൻഡ് ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടാണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവും. തുടക്കത്തിൽ എന്താണോ നടന്നതെന്നുള്ളതൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു കാണുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് കവറപ്പ് ചെയ്യണം. ഓക്കെ സർ. പിന്നെ ശിവാനിക്ക് ടെൻഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ തുടങ്ങുന്ന സമയത്ത്? എനിക്ക് ഈ എന്താണ് ഗ്രൂപ്പിന്റെ ഒരു ഇത് ചെറുതായിട്ടുണ്ട്. ഏത് ഗ്രൂപ്പിന്റെ? ലീഡർ. ഇനി ഞാൻ നന്നാക്കിയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ലീഡർ ആണെന്നുള്ള പ്രഷർ കാരണമാണോ ഇത് സംഭവിച്ചത്? അല്ല, ഭയങ്കര പ്രഷർ അല്ല, ഇല്ല, ചെറിയ പ്രഷർ, ചെറുത്. പിന്നെ ഞാൻ മാക്സിമം കൂളായിരിക്കാനാ നോക്കിയത്. ആ ലിറിക്സ് കട്ടായി പോയപ്പോ പിന്നെ ഞാനിങ്ങനെ തിങ്കി അതെന്താ പോണത് എന്നിങ്ങനെ ചിന്തിച്ചിരുന്നു. അതാ അപ്പോഴത്തെ പാട്ടങ്ങ് തീരുകയും ചെയ്യും. അല്ല, ഇതിൽ ലീഡർ എന്നുള്ള സംഭവം ഉണ്ട്, ഓക്കെ, അതവിടെ. പക്ഷെ അൾട്ടിമേറ്റ്ലി ശിവാനിയുടെ പെർഫോമൻസും കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കാര്യത്തില് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കാം, ചിരിച്ചുകൊണ്ട് പാടുക. പാട്ടിന്റെ ഇമോഷൻ എന്താന്നുള്ളത് ഗ്രാസ്പ് ചെയ്തിട്ട് പാടുക. അത് ചിരിച്ചുകൊണ്ട് പാടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ലായിരുന്നു. ലിറിക്ക് മറന്നുപോയത് പോലെ ഞങ്ങൾ അറിയില്ലായിരുന്നു. ഇത് ഭയങ്കര ഗ്ലൂമി ആയിട്ട് നിന്ന് പാടി അവസാനം ചെയ്യും കൂടി വന്നപ്പോഴേക്കും അപ്പൊ അതൊക്കെ ഒന്ന് ടേക്ക് കെയർ കേട്ടോ ശിവാനി. ഓക്കെ, വേറെ ഒന്നുമില്ല. ഓൾ ദി വെരി ബെസ്റ്റ്. ചേച്ചി ശിവാനി ചേച്ചി, ഇറ്റ്സ് ഓക്കേ, പക്ഷേ ഇത് മേലാൽ ആവർത്തിക്കരുത്. ഇല്ല. എന്റെ ശിവാനി, സത്യം പറഞ്ഞാല് ശിവാനി തുടങ്ങിയപ്പോ ഞാൻ വല്ലാത്തൊരു ടെൻഷനിലായിപ്പോയി. ഇതെന്താണ്, നമ്മളിപ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ എന്തായാലും ഒരു മിസ്റ്റേക്ക് വന്നാൽ രണ്ടാമത് എടുക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ അവിടെ ഒന്ന് ബ്ലാങ്ക് ആയാൽ എന്തിനാണ് അത്? ഉള്ളിൽ എനിക്കറിയാം ശിവാനിക്ക് ഉള്ളിൽ അത് ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ്. ഒന്നുകൂടി എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് അലൗ ചെയ്യും എന്നുള്ളൊരു ഫീലിംഗ് ശിവാനിക്ക് എവിടെ വന്നു. ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ബിഗിൻ ചെയ്തേ ഫീലിംഗ് ഒരിക്കലും വെക്കരുത് എന്നുള്ളതാണ്. കാരണം അത് എങ്ങനെ തുടങ്ങിയാലും ടേക്ക് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത് റിപ്പീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല ഇവിടെ. അപ്പൊ പിന്നെ മോളത് ചിന്തിക്കാൻ പാടില്ലായിരുന്നു. അല്ലാതെ ഉള്ള പോയിന്റ്സിനൊക്കെ ഇവിടെ മാർക്കിടാനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളായിട്ട് അതിനുള്ള ഒരു അവസരം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇട്ട് കൊടുക്കരുതല്ലോ അല്ലേ? ഇതൊക്കെ കെയർലെസ് മിസ്റ്റേക്സ് അല്ലേ? ആ വരി മറക്കുക എന്ന് പറയുന്നതൊക്കെ. കാരണം ഇപ്പം MG സർ ഇവിടെ വന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം നിങ്ങളുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. അവരെയൊക്കെ മറികടന്നിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ വിഷമം കൊണ്ട് പറയുന്നതാണ്. കാരണം മോളുടെ അടുത്തൊക്കെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇത്ര ഭംഗിയായിട്ട് പാടുന്ന കുട്ടിയാണ്, എന്ത് നല്ല വോയിസാണ്. അതതിൻ്റെ അവസാനമായപ്പോഴത്തേക്ക് വീണ്ടും അവർ വീട്ടിൽ പാടുന്ന ഒരു ഫീലിലോട്ട് പോയി. ഇതൊരു പ്രോഗ്രാമിൽ ചെയ്യുകയാണെന്നുള്ള ഒരു പാടുകയാണെന്നുള്ളൊരു സീരിയസ്നെസ് മോൾ എന്തുകൊണ്ട് വിട്ട് കളഞ്ഞു എന്നുള്ളതാണ് എനിക്ക് അത് പിടികിട്ടാത്തത്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം കുട്ടികളെ. കാരണം നിങ്ങൾ നന്നായി പാടുക എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് വരരുത്. എന്തായാലും പോട്ടെ, ഇത് നമുക്ക് മറക്കാം, ഈ ഒരു അധ്യായം ഓർക്കാതെ മറക്കാം. പക്ഷെ ഇതൊരു പാഠമായി എടുക്കുക, ഇനി ഇതുപോലൊരു തെറ്റ് ഉണ്ടാവരുത്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു മോളെ. നല്ല ബാക്കി പാടിയതൊക്കെ നന്നായി പാടിയിരുന്നു, നല്ല വോയിസ്, നല്ല രസമുണ്ട്, സുഖമായിട്ട് ആ ബാക്കി ഭാഗങ്ങളൊക്കെ കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്ന് പാടി. എന്നാൽ ഇത്തരത്തിലല്ലേ? ഓക്കെ, അപ്പൊ ഗോഡ് ബ്ലെസ് യു ഡാ. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. MG സർ. തിരി കുറവാണ് മോളെ, ഡോണ്ട് വറി. അടുത്ത തവണ നമ്മളത് മേക്കപ്പ് ചെയ്യും കേട്ടോ. അത്ര കുറവൊന്നും അല്ല. 8.7. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. ശിവാനി ഒന്ന് ചിരിച്ചേ. ശിവാനിയുടെ ആകെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം ചിരിയാണ്. അതില്ലെങ്കിൽ ഇതിന്റെ ഇവിടെ ചവിട്ടി പുറത്താക്കും. ചിരിക്കടോ, തമാശ പറയണോ? ശരത് സർ. ഒരു തമാശ പറയട്ടെ ശിവാനി.
തമാശയായിരിക്കണം. ദൈവമേ. ഉറപ്പായിട്ടായിരിക്കും. തമാശ ഉറപ്പല്ലേ? ഉറപ്പാ. എന്നാലും ഞങ്ങൾ അത് പാറുവിന്റെ അടുത്തൊരു ചോദ്യമാണ്. അയ്യോ വേണ്ട. നീരാളം എന്ന് പറഞ്ഞാൽ എന്താണ്? നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ. എന്താടി? നീല അറിയാം, ഓക്കെ. നീരാളം എന്താണ്? വാട്ട് ഈസ് നീരാളം? നീരാളി ചിലപ്പോ അവൾക്ക് അറിയാം. നീരാളിയും അറിയാം. നീരാളം. നീരാവിയും അറിയാം. നീരാളം. ഇത് നിങ്ങൾ അവളെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് തന്നെ സിമ്പിൾ സൈക്കോളജി. വേറൊരു സ്ത്രീ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചിരി വരും. അതിന്റെ ഒരു അതാ ഞാനിവിടെ അറിയാന്ന്. ഹന എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നു. പാറു ചേച്ചി ഹെൽപ്പ് ചെയ്തേ ഞാന്. നീലാകാശം. വെരി ഗുഡ്. അസാധ്യം. കാര്യം ഇനി മേലാൽ ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ. നീരാളം എന്ന് പറഞ്ഞാൽ പുതപ്പ്, പട്ടുകൊണ്ട് നെയ്ത വസ്ത്രം എന്നൊക്കെ ഉണ്ട്. ചക്കരെ, ലീഡർ പദവി രാജിവെക്കണോ? ആഗ്രഹമുണ്ടോ? ഇല്ല. വെരി ഗുഡ്, വെരി ഗുഡ് ലീഡറെ, വെരി ഗുഡ്. നമ്മുടെ ലീഡറിന്റെ 8.7 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 17.4. ഇനി ഒരു റൗണ്ടില്ലേ നമുക്ക് തകർക്കണം. ഓക്കെ.